നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും. ബെന്യാമിൻ ആടുജീവിതം ഭാഗം 17. മലയും മണ്ണും കുന്നും കുഴിയും ചാടിക്കിടന്ന് തട്ടിയും തടഞ്ഞും വീണും എഴുന്നേറ്റും വെടികൊണ്ട് പന്നിയെ പോലെ പ്രാണൻ തല്ലിയുള്ള ആ ഓട്ടം അവസാനിപ്പിച്ചത് ഏതാണ്ട് നേരം പുലരാറായപ്പോഴാണ്. രാത്രിയിൽ എപ്പോഴോ നിലാവിരുട്ടിൻ്റെ ഗുഹകളിലേക്ക് വറ്റിപ്പോയിരുന്നു. എന്നിട്ടും ആ വന്യഭൂമിയിലൂടെ ഞങ്ങൾ ഭ്രാന്തമായി ഓടിക്കൊണ്ടേയിരുന്നു. മതി, എനിക്കിനി വയ്യ. ഹക്കീമാണ് ആദ്യം നിന്നത്. ഇനി കുറച്ചിരുന്നിട്ടാവാം ഓട്ടം. അവൻ നിലത്തേക്ക് കിതച്ചു വീണു. ഉടനെയൊന്നും പിടിക്കപ്പെടാത്ത അകലത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞിരുന്നു. ആ ഉറപ്പിന്മേൽ ഞാനും അവനൊപ്പം ഇരുന്നു. ഇരിക്കുകയല്ലായിരുന്നു, ശരിക്കും ഒടിഞ്ഞു വീഴുകയായിരുന്നു. കാലു കഴച്ച് പൊളച്ചു കയറുന്നുണ്ടായിരുന്നു. ഉലകം ചുറ്റി വന്ന നായയെ പോലെ കിടപ്പു. നാവെടുത്തൊരു വാക്കെങ്കിലും മിണ്ടാനാവാത്ത വിധം അണ്ണാക്ക് വറ്റിപ്പോയിരുന്നു. നെഞ്ചിൻ കൂട് പൊളിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുമെന്ന മട്ടിൽ ചങ്ക് അത്യുച്ചത്തിൽ മിടിക്കുന്നു. കണ്ണുകളിൽ ശരിക്കും ഇരുട്ട് കയറുന്നത് പോലെ. അല്പനേരം ഇരുന്നപ്പോൾ കിടക്കണമെന്ന് തോന്നി. പാമ്പുണ്ടാകുമെന്നോ പഴുതാര ഉണ്ടാകുമെന്നോ ഒന്നും ആലോചിച്ചില്ല. കിടക്കുക, തളർച്ചയാറ്റുക, അത്രമാത്രം. അവിടെ തന്നെ കൈവിരിച്ച് കിടന്നു. എന്നാൽ ഇബ്രാഹിമിന് ആ ഓട്ടം ഒരു തരിമ്പ് ക്ഷീണം പോലും വരുത്തിയിട്ടില്ലെന്ന് അവന്റെ ഭാവം തെളിയിച്ചു. അവനും ഞങ്ങൾക്കൊപ്പം വന്നിരുന്നു. ചെറിയൊരു അധ്വാനം കഴിഞ്ഞ് കാറ്റ് കൊള്ളാനിരിക്കുന്നവനെ പോലെ. അവന്റെ വലിയ കരുത്തിന് മുന്നിൽ ഞങ്ങൾ രണ്ട് നായ്ക്കളെ പോലെ ചുരുണ്ട കിടക്കുന്നു. പിറ്റേന്ന് പ്രഭാതത്തിലേക്ക് സൂര്യൻ ഉദിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ പുതിയൊരു സൂര്യൻ, പുതിയൊരു ജീവിതത്തിലേക്ക് ഉദിച്ചു വന്ന സൂര്യൻ. ഇബ്രാഹിമിന്റെ വിളി കേട്ടാണ് ഞാൻ കണ്ണു തിരുമ്മി എഴുന്നേൽക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ശരിക്കും ഉറക്കത്തിന്റെ നേർക്കായങ്ങളിലേക്ക് വീണുപോയിരുന്നു. ഒരു നിമിഷം ഞാൻ മസ്രയിലാണെന്ന് വിചാരിച്ചു പോയി. വിളിച്ചത് അർബാബാണെന്ന് ശങ്കിച്ചു പോയി. പക്ഷേ കണ്ണു വിളിച്ചു നോക്കുമ്പോൾ എൻ്റെ മുന്നിൽ മസറയില്ല, ആടുകളില്ല, ഒട്ടകങ്ങളില്ല, അർബാബില്ല, കൂടാരമില്ല. ഹക്കീം അടുത്ത് ചുരുണ്ട് കിടപ്പുണ്ട്. പെട്ടെന്നാണ് തലബോധമുണ്ടാകുന്നത്. പിടഞ്ഞെഴുന്നേറ്റ ഞാൻ ഹക്കീമിനെ തട്ടി വിളിച്ചു. ഹക്കീമേ, നീ ഇത് കണ്ടോ? നമ്മൾ എവിടെയാണെന്ന്? നരകത്തിൻ്റെയും യാതനയുടെയും ദിവസങ്ങൾ കഴിഞ്ഞടാ. ഇനി നമ്മൾ എന്നേക്കും സ്വതന്ത്രം. അല്ലാഹുവേ, നന്ദി. സർവചരാചരങ്ങളുടെയും ഉടയവനെ, നിന്റെ കാരുണ്യം വലുത്, നിന്റെ സ്നേഹം അളവില്ലാത്തത്. ഞാൻ ആകാശത്തേക്ക് നോക്കി കരഞ്ഞു. ഞാൻ പിന്നെയും ഹക്കീമിനെ കുലുക്കി വിളിച്ചു. അവൻ എൻ്റെ കൈ തട്ടിമാറ്റി തിരിഞ്ഞു കിടന്നു. ഒരുപക്ഷെ ഏറെ കാലത്തിന് ശേഷമാവാം അവൻ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നത്. ഉറക്കം തീരുവോളം കിടക്കുക എന്ന സ്വാതന്ത്ര്യം. ഞാൻ അവനെ അവൻ്റെ ഉറക്കത്തിന് വിട്ടുകൊടുത്തു. ഞാൻ മൂരി നിവർത്തിക്കൊണ്ട് ചുറ്റും നോക്കി. ചുറ്റോട് ചുറ്റും ചെറുകുന്നുകളും മൺകൂനുകളുമുള്ള ഒരു വെളിപ്രദേശമായിരുന്നു അത്. അതുകൊണ്ട് അത്ര അകലത്തേക്കൊന്നും കണ്ടുകൂടാ. ഞാൻ ഇബ്രാഹിം ഖാദിയെ അന്വേഷിച്ചു. അയാൾ കുറച്ചപ്പുറത്തുള്ള ഒരു മൺകൂനയുടെ മുകളിൽ കയറി ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഇബ്രാഹിം, എന്താ ഇവിടെ നിന്ന? വഴി വല്ലതും കാണുന്നു? ഞാൻ വിളിച്ചു ചോദിച്ചു. മറുപടി ഒന്നും പറയാതെ അയാൾ എന്നെ അങ്ങോട്ട് കൈകാട്ടി വിളിച്ചു. എന്ത് അതിശയമാണ് അവിടെ കാണാനുള്ളത് എന്ന ആകാംക്ഷയോടെ ഞാൻ ആ മൺകൂനയുടെ മുകളിലേക്ക് കയറി ചെന്നു. ആ കാഴ്ച കണ്ട് ഞാൻ ശരിക്കും അന്താളിച്ചു പോയി. മരുഭൂമി, ശരിക്കും മരുഭൂമി. മുന്നിലും പിന്നിലും ഇടത്തും വലത്തും കണ്ണെത്താ ദൂരത്തോളം അനന്തമായ മണൽ പരപ്പ്. ചക്രവാളം മുതൽ ചക്രവാളം വരെ തിരയിളകി കിടക്കുന്ന ഒരു മണൽ കടൽ. ഇടയ്ക്ക് കാഴ്ചയെ തടസ്സപ്പെടുത്തുവാൻ ഒന്നുമില്ല. ഒരു മരം, ഒരു ചെടി, ഒരു കുന്ന്, ഒന്നുമില്ല, ഒന്നും. അപ്പോൾ മാത്രമാണ് എത്തിപ്പെട്ടിരിക്കുന്ന ഇടത്തെ പറ്റി ഒരു സാമാന്യ ബോധം എനിക്കുണ്ടാവുന്നത്. രാത്രിയിലെ ഓട്ടത്തിനിടയിൽ കാലുകൾക്ക് കട്ടി മണ്ണിന്റെ സ്പർശം നഷ്ടമാവുന്നതും പാദങ്ങൾ പൂഴിയിൽ കുഴിയുന്നതും ശ്രദ്ധിച്ചില്ല. ഒരു തണുത്ത ഭീതി എൻ്റെ മനസ്സിലേക്ക് പെരുമ്പാമ്പിനെ പോലെ ഇഴഞ്ഞെത്തി. ഞാൻ ഇബ്രാഹിം ഖാദിയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്തും ആശങ്ക സ്പഷ്ടമായിരുന്നു. ഹക്കീമിന് മാത്രം ആ ഭീകരത ഇനിയും മനസ്സിലായിട്ടില്ല. അവൻ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. ഞാനും ഇബ്രാഹിമും മുഖത്തോട് മുഖം നോക്കി. അല്ലാ, എവിടെയാണ് ഞങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്? എവിടെ നിന്നാണ് ഞങ്ങൾ വന്നത്? എങ്ങോട്ടാണ് ഇനി പോകേണ്ടത്? എവിടെയാണ് ഞങ്ങൾ തേടി പുറപ്പെട്ട ലോകം? കിഴക്കോ പടിഞ്ഞാറോ തെക്കോ വടക്കോ? എങ്ങോട്ട് നടന്നാലാണ് ലക്ഷ്യത്തിലെത്തുക? ആർക്കറിയാം?
ചുറ്റും മണൽ മാത്രം, മണൽ കൂനകൾ മാത്രം. മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ ഒരു സങ്കല്പ ചിത്രത്തിൽ എന്നവണ്ണമുള്ള ആ മണൽക്കാടിൻ്റെ വിശാലത എന്നെ കാൽപ്പനികമായി കൊതിപ്പിച്ചേനെ. പക്ഷേ അന്നേരം ആ കടൽ എന്നെ ശരിക്കും പേടിപ്പിക്കുകയാണ് ചെയ്തത്. ഒരു ചെറുവെള്ളമോ ബോട്ടോ പോരാ, ശരിക്കും ഒരു വലിയ കപ്പൽ തന്നെ വേണം ഇത് മുറിച്ചു കടക്കാൻ. അങ്ങനെയെങ്കിൽ പടച്ചോനെ, ഞങ്ങൾ എങ്ങനെ വെറും കൈയോടെ ഈ കടൽ നീന്തി കിടക്കും? ഒരു തുള്ളി വെള്ളമില്ലാതെ, ഒരു തരി ആഹാരമില്ലാതെ എത്ര സമയം കൊണ്ട്? നേരം ഇത്ര കൂടി പുലർന്നാൽ സൂര്യൻ്റെ അതിചൂട് മുഴുവൻ ഇവിടേക്ക് ഊതാൻ തുടങ്ങും. അതിനു മുൻപ് ഞങ്ങളെ കൊണ്ട് അതിന് സാധിക്കുമോ? പടച്ചോനെ, നീയേ തുണ. നിന്നിലുള്ള അനന്തമായ വിശ്വാസം ഞങ്ങളെ രക്ഷിക്കട്ടെ. ഇബ്രാഹിം, നീ ഓർക്കുന്നോ, നമ്മൾ പടിഞ്ഞാറ് ദിശയിലേക്കാണ് രാത്രി ഓടിയത്. ഇനിയും അങ്ങോട്ട് തന്നെ പോകുക, നമ്മളൊരു പൊതുവഴിയിൽ എത്താതിരിക്കില്ല, ഞാൻ പറഞ്ഞു. അവൻ മറുപടി ഒന്നും പറയാതെ ആശങ്കാകുലനായി കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഏറെ നേരം ആലോചനയ്ക്കൊടുവിൽ അവനാണ് തീരുമാനിച്ചത്. നഗരം കിഴക്കാണ്, നമ്മൾ അത് ലക്ഷ്യം വെച്ച് നടക്കുന്നു. ഞങ്ങൾ ഹക്കീമിനെ തട്ടി വിളിച്ചുണർത്തി. അവനും പൊടിതട്ടി എഴുന്നേറ്റു. അന്നേരം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. ഹക്കീമിന് ഒരു വല്ലാത്ത മുഷൊരു വാട. ഞാൻ ആദ്യമായി ബസ്രയിൽ എത്തിയപ്പോൾ അനുഭവിച്ച അതേ വാട. ഇത്രകാലം അതിൻ്റെ മൂക്കിന് അപ്രാപ്യമായിരുന്നു. പക്ഷേ മസ്ര വിട്ട് പുറത്തു വന്നപ്പോൾ അതെനിക്ക് തിരിച്ചറിയാനായി. സത്യത്തിൽ എനിക്കുമുണ്ടായിരുന്നു അതേ വാട. എന്നാലും സ്വയം മണത്തു തുടങ്ങാൻ പിന്നെയും ദിവസങ്ങളെടുത്തു. ഞങ്ങൾ നടന്നു തുടങ്ങി. ശരിക്കും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടേണ്ട നിമിഷങ്ങൾ. മസ്രയിൽ നിന്നും രക്ഷപ്പെടുക എന്ന മോഹം അവസാനം സഫലമായിരിക്കുന്നു. അറബാബ് ഇപ്പോൾ മടങ്ങി വന്ന് ഞങ്ങളെ അന്വേഷിക്കുകയാവാം. ഞങ്ങൾ 3 പേര് ഒറ്റയടിക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന അറിവ് അറബാബിനെ ഭ്രാന്ത് പിടിപ്പിക്കും തീർച്ച. വണ്ടിയെടുത്ത് എങ്ങോട്ടാവും അയാൾ പുറപ്പെട്ടിരിക്കുക? എന്തായാലും അറബാബേ, നിങ്ങൾ അന്വേഷിക്കുന്ന വഴിയില്ലെങ്കിൽ ഞങ്ങളില്ല. നിങ്ങൾക്ക് കൈയെത്തി പിടിക്കാവുന്നതിലും അപ്പുറം നിന്നും ഏറെ ദൂരെയായി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ. പക്ഷേ ശരിക്കും രക്ഷപ്പെട്ടു എന്ന് ഇനിയും പറയാറായോ? ഈ മരുഭൂമി കടക്കണം, എവിടെയെങ്കിലും ഹൈവേ കണ്ടുമുട്ടണം. വല്ല വണ്ടിക്കാരും ഞങ്ങളോട് കരുണ കാട്ടി ഞങ്ങളെ നഗരത്തിലെത്തിക്കണം. അതുവരെ രക്ഷപ്പെട്ടു എന്ന് പറയാനാവില്ല. അതിനിടെ വല്ല അറബികളുടെയും കണ്ണിൽപ്പെട്ടു പോയാൽ പിന്നെ തീർന്നു. ഞങ്ങൾ മസ്ര വിട്ട് ഓടുന്നവരാണെന്ന് വേഷവും രൂപവും കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആഹ്ലാദത്തെക്കാൾ ഏറെ ആശങ്കകളായിരുന്നു മനസ്സ് നിറയെ. എന്നിട്ടും പ്രതീക്ഷയിൽ വിങ്ങി ഞങ്ങൾ നടന്നു തുടങ്ങി. തലേന്നത്തെ രാത്രിയിലെ ക്ഷീണവും കിതപ്പുമൊക്കെ മാറി ഞങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലരായി കഴിഞ്ഞിരുന്നു. ഞങ്ങളിപ്പോൾ ആരുടെയും അടിമകളല്ല, സ്വതന്ത്രരാണ് എന്ന വിശ്വാസം ഞങ്ങൾക്ക് കൂടുതൽ ഉന്മേഷം പകർന്നു നൽകി. ഞങ്ങൾ യാത്ര തുടർന്നു. എന്നാൽ ഒരു വലിയ മണൽ യാത്രയിലേക്കാണ് ഞങ്ങൾ ചുവട് വയ്ക്കുന്നതെന്ന് അന്നേരം ഞാൻ ഊഹിച്ചതേയില്ല.